ഒരു കാർത്തിക് സുബരാജ് പടം തിയേറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ടൈറ്റിലാണ്. പക്ഷെ റെട്രോ കണ്ടിറങ്ങിയപ്പോൾ എന്തോ ആ രോമാഞ്ചം ഉണ്ടായില്ല. ഇനി അതിന് കാരണം എന്താണ്, ശാരീരികമായ പ്രശ്നങ്ങളോ ആണോ എന്നറിയാൻ സിനിമയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. റെട്രോ എന്ന് പറഞ്ഞ് സിനിമ പ്രദർശിപ്പിച്ചത് പക്ഷെ കങ്കവയുടെ അടുത്ത പാർട്ടായിരുന്നു. എവിടെ നിന്നാണ് സൂര്യക്ക് ഇത്രയും മോശം സ്ക്രിപ്റ്റുകൾ കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് പിടികിട്ടില്ല. സിനിമയുടെ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് അതിഗംഭീരമായിട്ടൊരു ട്രാക്ക് ഉണ്ടാക്കലാണ്. കഥാപാത്രത്തിനെ നിർമ്മിക്കലും അതിനോടനുബന്ധിച്ചുള്ള കഥയിലേക്ക് കടക്കലും ഒക്കെ ആദ്യ ഒരു 20 മിനിറ്റിൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതുവരെയുള്ള പോർഷൻ സൂപ്പറായിരുന്നു, കനിമ എന്നുള്ള പാട്ടടക്കം. പക്ഷേ അതിനുശേഷം സിനിമയുടെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ആ ഷിഫ്റ്റിൽ നേരെ സിനിമ പോകുന്നത് കങ്കുവയുടെ സെക്കൻഡ് പാർട്ടിലോട്ടാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ സൂര്യയുടെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ വിജയോട്ടാവുകയും ചെയ്തില്ല, വിക്രമോ മറ്റുള്ള നടന്മാരോട്ടാവാനും പറ്റുന്നില്ല. എല്ലാത്തിൻ്റെ അതായത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത തെറ്റുകയും ചെയ്തില്ല. ഈ ഒരു അവസ്ഥയിലാണ് നിലവിൽ സൂര്യ നിൽക്കുന്നത്. എന്ത് ചെയ്യണം എന്ന് അയാൾ അറിയുന്നില്ല. ഇത് കംപ്ലീറ്റ് ഒരു കാർത്തിക് സുബരാജ് പടം എന്ന് പറയാൻ പറ്റില്ല. കാരണം കാർത്തിക് സുബരാജിന്റെ മുൻ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ വളരെ മോശം സെക്കൻഡ് ഹാഫ് ഉള്ള ഒരു സിനിമയാണ് റെട്രോ. അതായത് ഗംഭീരമായിട്ട് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ക്യാരക്ടറിനെ എവിടെയും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് അനാവശ്യമായിട്ടുള്ള സീനുകൾ കുത്തിക്കയറ്റുന്നു, ആവശ്യമില്ലാത്തൊരു ലൊക്കേഷനിലോട്ട് കഥാപാത്രത്തെ കൊണ്ടുപോകുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഈ റെട്രോ എന്ന സിനിമയ്ക്കുണ്ട്. റെട്രോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് സന്തോഷ് നാരായണന്റെ മ്യൂസിക്കാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ ഇത്രയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആരും ആഘോഷിക്കാത്ത ഒരു സംഗീത സംവിധായകൻ സന്തോഷ് നാരായണനാണ്. അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ തന്നെ വളരെ മനോഹരമായ ഇരവിയിലൊക്കെ പാട്ട് കാർത്തിക് സുബരാജിന്റെ പടം തന്നെയാണ് ഇരവി ഈ സിനിമയിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്ക് ഗംഭീരമാണ്. സന്തോഷ് നാരായണന്റെ പാട്ടുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമ വളരെ മോശം രീതിയിലേക്ക് പോകുന്നതിന് കുറച്ച് അപ്പാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സൂര്യ ആയിരുന്നു. സൂര്യയുടെ പല കാലങ്ങളിലുള്ള ഗെറ്റപ്പ് ആയിരുന്നു. സൂര്യ സത്യത്തിൽ ഭയങ്കര യങ് ആയിട്ട്, ഭയങ്കര ക്ലിയർ ആൻഡ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ധാരാളം ഒരു ഫേസിലും ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകൾ, പല ആക്ഷനുകളും വളരെ നന്നായി തന്നെ കാർത്തിക് എടുത്തിട്ടുണ്ട്. എടുത്തു പറയുന്ന ഒരു സീൻ ഏതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഷോട്ട് എടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സകല ഇമോഷനുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു കണ്ടിന്യൂസ് ഷോട്ട് എടുക്കുന്നുണ്ട്. അത് വളരെ ഗംഭീരമായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് ഒരു ഷിഫ്റ്റ് വരുമ്പോൾ, കഥ വേറൊരിടത്തോട്ട് മാറുമ്പോൾ സിനിമ മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ കങ്കുവയുടെ രണ്ടാം പാർട്ട് കണ്ട പ്രതീതിയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ജിഗർദണ്ഡ ഡബിൾ എക്സ് ഒക്കെ കണ്ട് വളരെയധികം രോമാഞ്ചം ഉണ്ടായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ജിഗർദണ്ഡ ഡബിൾ എക്സ്. അതുവരെ രാഘവ ലോറൻസ് എന്ന നടനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ജിഗർദണ്ഡ ഡബിൾ എക്സ് കണ്ടിറങ്ങുമ്പോഴാണ് ലോറൻസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അയാളെ മേക്ക് ചെയ്തെടുത്തൊരു രീതിയുണ്ട്, വളരെ മനോഹരമായിരുന്നു. അതുവരെയുള്ള അയാളുടെ കരിയറിനെ തന്നെ മാറ്റി ഒരു പൊളിച്ചെഴുത്തായിരുന്നു കാർത്തിക് സുബരാജ് നടത്തിയത്. പക്ഷേ സൂര്യയെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകാനാണ് റെട്രോ സഹായിച്ചിട്ടുള്ളൂ. എന്താണോ ശിവ ചെയ്തത് അതേപോലെ തന്നെയാണ് കാർത്തിക് സുബരാജും സൂര്യയോട് ചെയ്തത്. അതിനേക്കാൾ വലിയ ചെയ്ത്താണോ എന്ന് പലപ്പോഴും സെക്കൻഡ് ഹാഫിൽ തോന്നിപ്പോയി. കാരണം കാർത്തിക് സുബരാജിന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു സിനിമ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ കൂടെ സിനിമ കാണാൻ കൊണ്ടുപോയ ആളോട് പോലും ഞാൻ പറയുന്നത് കാർത്തിക് സുബരാജിന്റെ പടമാണ്, കുറച്ചൊരു പ്രതീക്ഷയുണ്ടെന്നാണ്. പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്താണ് നമ്മൾ സിനിമ, ആരെ കണ്ടാണ് നമ്മൾ സിനിമ പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യചിഹ്നത്തിൽ അവസാനിക്കുകയാണ് റെട്രോ. പറയുന്നതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ജയറാമിന്റെ കഥാപാത്രത്തെ കുറിച്ചാണ്. എവിടെയും വലിയ ഒരു സിഗ്നേച്ചർ ഒന്നും ജയറാമിന്റെ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എവിടെയായി ചെറിയ ചെറിയ ചിരികളല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് സിനിമയിൽ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ജയറാം മലയാളത്തിൽ തന്നെയാണ് അടിപൊളിയായി നിൽക്കുന്നത്. പഴയ ചില തമിഴ് സിനിമകൾ മാറ്റി നിർത്തിയാൽ ജയറാം മലയാളത്തിൽ തന്നെയാണ് അടിപൊളി. എന്തായാലും ആദ്യത്തെ 20 മിനിറ്റിന് വേണ്ടി റെട്രോ കാണണം എന്ന് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. OTT വരുമ്പോഴും സിനിമ കാണാവുന്നതാണ്. പക്ഷേ നല്ല ആക്ഷൻ സീക്വൻസുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, നിങ്ങളൊരു സൂര്യയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ റെട്രോ തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയാം. ഒരു ആവറേജ് നിൽക്കുന്ന സിനിമ, അതിനേക്കാൾ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു സിനിമ കൂടിയാണ്. എന്തായാലും കങ്കുവയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് എനിക്ക് പലയിടത്തും സിനിമ തോന്നിയത്. കൂടുതലൊന്നും പറയുന്നില്ല. തിയേറ്ററിൽ പോയി കാണേണ്ടവർ പോയി കാണുക, അല്ലാത്തവർ OTT വരുന്നവർ വെയിറ്റ് ചെയ്യുക, അല്ലാത്തവർ ടെലഗ്രാമിൽ വരുന്നവർ വെയിറ്റ് ചെയ്യുക.